കണ്ണന്റെ കാര്യം എന്റെ റിലേറ്റീവ്സ് മുഴുവൻ അറിഞ്ഞു. റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്റെ ഓൺ ബ്രദറും ബ്രദറിലോയും. അൺഫോർച്ചുനേറ്റ്ലി ഞാനും അവരുമായിട്ട് അത്ര സുഖത്തിലല്ല. ഇത് വെച്ച് എനിക്കെതിരെ ഒരു ഗെയിമിനാണ് അവരുടെ പ്ലാൻ. ജ്യോതി ഇതൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ ശ്യാമയ്ക്ക് ഊഹിക്കാമല്ലോ. അവരിതൊക്കെ എങ്ങനെ അറിഞ്ഞു സർ? ആരെങ്കിലും? നോ, ആരെങ്കിലും ആവാൻ വഴിയില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളവർ തന്നെ ആയിരിക്കും പിന്നിൽ. ആലോചിച്ചിട്ട് ഞാൻ ചെന്ന് നിൽക്കുന്നത് ദേവമംഗലത്തെ ഗായത്രി ദേവിയിലാണ്. ശ്യാമയ്ക്ക് എന്ത് തോന്നുന്നു? ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. ഇതിന്റെ കൃത്യമായ സോഴ്സ് ഏതാണെന്ന് ഒന്നറിഞ്ഞേ പറ്റൂ. ഗായത്രിയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഇനി അവരിൽ നിന്നും ജ്യോതിയിലേക്കും ഇതെത്താനുള്ള സാധ്യതയുണ്ട്. എന്തു വില കൊടുത്തും അതെനിക്ക് ബ്ലോക്ക് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടിയുള്ള എൻ്റെ വഴികൾ ആരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ജ്യോതിയുടെ ജീവിതം വെച്ച് പന്താടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി എനിക്ക് ദേവമംഗലത്തേക്ക് വരേണ്ടി വരും. അതിനിടവരുത്തരുതെന്ന് കഴിയുമെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കൂ. ഓക്കെ ദെൻ, ഞാൻ പിന്നെ വിളിക്കാം. പതുങ്ങി വന്ന് എന്ത് കാണാൻ നിൽക്കും ഇവിടെ? മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിഞ്ഞും പറഞ്ഞും നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ശീലമായി പോയതുകൊണ്ട് അമ്മ എല്ലാവരും വെറുതെ സംശയിക്കുക. നീ എന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? കാര്യം വല്ലതും ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണം. അമ്മ നന്ദൻ സാറിന്റെ ബന്ധുക്കളെ കണ്ടിരുന്നു. ഞാനെന്തിനാ അയാളുടെ ബന്ധുക്കളെ കാണണം? അതിന്റെ ആവശ്യം എനിക്കില്ല. അമ്മ അവരെ കണ്ടുവെന്നും കാര്യങ്ങളെല്ലാം അറിയിച്ചുവെന്നും ഈ മുഖം പറയുന്നുണ്ടല്ലോ. അതിത്ര കൃത്യമായി പറയാൻ നിനക്കെന്താ മുഖലക്ഷണം വശമുണ്ടോ? ദേ നോക്ക്, ആവശ്യമില്ലാത്ത വിസ്താരവുമായി എന്റെ നേരെ വന്നേക്കരുത്. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ലല്ലോ. എന്നെ നന്ദൻ സാറ് വിളിച്ചിരുന്നു. ഹൃദ്രോഗിയായ ഒരു പാവ സ്ത്രീയുടെ ജീവൻ വെച്ച അമ്മ എന്തൊക്കെയോ നേടാൻ നോക്കുന്നത്. അമ്മ ഉദ്ദേശിക്കുന്ന വിജയമൊന്നും ആ കളിയിൽ നിന്ന് കിട്ടില്ല. പകരം നഷ്ടങ്ങളാവും ഫലം. അമ്മ ഇതൊന്ന് ഓർമ്മിപ്പിച്ചേക്കാൻ നന്ദൻ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞു. ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ചിലപ്പോ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഭർത്താവാൻ കഴിയൂ. അയാളുടെ ജീവിതമോ അമ്മ തകർക്കാൻ ശ്രമിക്കുന്നത്. ജ്യോതിയെ ഇതൊക്കെ അറിയിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നന്ദൻ സാറിന് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരേണ്ടി വരും. ഒരു കാര്യം കൂടി ഓർത്താൻ നന്ന്, ആരെയൊന്നും അറിയിക്കില്ല എന്ന് ഞാൻ മാത്രമേ അമ്മയ്ക്ക് വാക്ക് തന്നിട്ടുള്ളൂ. ആ ഉറപ്പിന്റെ പേരിൽ അമ്മ അതിബുദ്ധി കാണിക്കരുത്, അത് അബദ്ധമാവും. ആഹാ, എന്തു പറ്റി? പതിവിലും നേരത്തെയാണല്ലോ ആള്. പെട്ടെന്ന് ഫ്രീ ആയി. വേറെ ഏതെങ്കിലും കുരിശു വന്നാലൊന്ന് പേടിച്ച് നേരെ പോന്നു. മോനോടെ ഉറക്കാ? ഉറങ്ങാനൊരു ശ്രമം ഉണ്ടായിരുന്നു. ഇനി ഇപ്പൊ അതവൻ വേണ്ടാന്ന് വെച്ചോളും. അച്ഛന്റെ കമ്പനി കിട്ടിയിട്ടുണ്ടല്ലോ. വേദന കുറവുണ്ടോ? നന്ദേട്ടൻ ഈ വേഷമൊക്കെ മാറ്, ഞാൻ ചായ എടുക്കാം. നന്ദേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് രാവിലെ മീനുവേച്ചി വിളിച്ചിരുന്നു. എന്താ കാര്യം? എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു അത്രേ. ഓഫീസിലും മൊബൈലിലും ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു.
ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അതുകൊണ്ടാവും. അവളെന്തിനാ വിളിച്ചത്? കാര്യമൊന്നും പറഞ്ഞില്ല. അത്യാവശ്യമായി നന്ദേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന് മാത്രം പറഞ്ഞു. പാവം, ആകെ സങ്കടപ്പെട്ടാ വിളിച്ചെന്ന് ശബ്ദം കേട്ടപ്പോഴേ തോന്നി. ജയേട്ടൻ പുതിയ വല്ല നമ്പരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. കുറച്ച് കഴിയട്ടെ, ഞാൻ വിളിച്ചോളാം. ഉം. സ്കൈ ജുവല്ലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. ഇടവേളയ്ക്ക് ശേഷം തുടരും. ലക്ഷ്മി ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് കൊടുങ്ങല്ലൂർ. പ്രസിദ്ധ ബ്യൂട്ടി തെറാപ്പിസ്റ്റായ ഉഷ കോശി അവതരിപ്പിക്കുന്നു ഉഷ ഹെർബൽസ് വൈറ്റനിങ് മാസ്ക്. സ്വയം ഫേഷ്യൽ ചെയ്യൂ, സ്വന്തം ബ്യൂട്ടീഷ്യനാകൂ. സ്കൈ ജുവല്ലറി അവതരിപ്പിക്കുന്നു കുടുംബിനി തുടരുന്നു. എന്താ വേണ്ടത്? ഞാൻ ശ്യാമേച്ചിയെ കാണാൻ വേണ്ടി. ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യം എന്താ? അതൊന്നും ശരിയാവില്ലെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞതല്ലേ. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊയ്ക്കോ. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചോളാം. ചേച്ചിയോട് നേരിട്ട് പറയേണ്ട കാര്യമാ, അതിനാ ഞാൻ വന്നതും. ഓ, അപ്പൊ നേരിട്ട് ഉണർത്തിച്ചാലേ പറ്റൂ. ഇവിടം കുട്ടിച്ചോറാക്കാനുള്ള ബുദ്ധി വല്ലതുമാണോ? നേരിട്ട് വരാൻ ചങ്കുറ്റമില്ലാഞ്ഞിട്ട് തള്ള അനിയത്തി അയച്ചിരിക്കുന്നു. ഇവിടെ നിന്നാ മതി. കാണേണ്ടവര് ഇവിടെ വന്ന് കണ്ടോളൂ. അമ്മണിയമ്മേ. എന്തോ? ആ, ചെന്ന് പറ, കെട്ടിലമ്മയെ കാണാൻ അനിയത്തി വന്നിരിക്കുന്നു. അതിന്റെ സ്വഭാവം അങ്ങനെയാ. എന്ത് ചെയ്യാനാ? മോള് വന്നിരിക്കെ, ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ടുവരാം. എന്താടി? ഒന്നുമില്ല ചേച്ചി.
ലൈബ്രറിയിൽ പോയിട്ട് വരുന്ന വഴിയാ. അവധിയായതുകൊണ്ട് ചേച്ചി ഇവിടെ കാണുമല്ലോ എന്ന് കരുതി. എന്താ മോളെ, വിശേഷിച്ചെന്തെങ്കിലും? ചെറിയച്ഛന്റെ കത്തുണ്ടായിരുന്നു. വാ, നമുക്ക് മുറി പോവാം. ഇവിടെ വരെ എനിക്ക് അനുവാദമുള്ളൂ ചേച്ചി. ആര് പറഞ്ഞു? പറയാൻ അധികാരമുള്ള ഒരാളല്ലേ ഉള്ളൂ. സാരമില്ല, നമുക്കിവിടെ ഇരിക്കാം. വേണ്ട, നീ അകത്തു വാ. വരാനല്ലേ പറഞ്ഞത്? എന്താ സംഭവിക്കുന്നതെന്ന് ഞാനും നോക്കട്ടെ. വാ. നിക്ക്. സംസാരിക്കാനുള്ളതൊക്കെ പുറത്തു വെച്ച് മതി. എനിക്കിഷ്ടമില്ലാത്തവർ എന്റെ വീട്ടിൽ കയറി ഇറങ്ങണ്ട. ഇവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും എന്നുവെച്ച് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് നിർത്തി പറഞ്ഞു വിടാൻ ധർമ്മം ചോദിച്ചു വന്നല്ല എന്റെ അനിയത്തി. ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. അത് ഞങ്ങൾ സ്വകാര്യമായിട്ട് തന്നെ സംസാരിക്കും. നീ വാ. ചേച്ചിക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? രക്ഷയ്ക്കെത്താൻ ആരുമില്ലാന്ന് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ? കഴിയും പോലെ ചെറുത്ത് നിൽക്കാൻ നോക്കും. ഞാനിപ്പോ അതാ ചെയ്യുന്നേ. മോള് നല്ല ഉറക്കാണല്ലോ. കുറച്ചു മുമ്പ് ഉറക്കിയതേ ഉള്ളൂ. ഞാനും ഒന്ന് മയങ്ങിപ്പോയി. ഇവക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. എന്റെ പങ്കപ്പാട് ഇവൾക്കും ബോധ്യായി തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇപ്പോ അച്ഛനെ കാണണമെന്ന് വലിയ വാശിയൊന്നും കാണിക്കാറില്ല. ഇരിക്കെ. പറ, എന്താ ചെറിയച്ഛന്റെ കത്തിൽ വിശേഷിച്ച്? കത്തും പരവുള്ളിറങ്ങലും ഒന്നും പതിവില്ലാത്താണല്ലോ. ചെറിയച്ഛൻ ദിവസം ചെല്ലുന്തോറും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക ചേച്ചി. നമ്മുടെ കൂടെ ചിരിച്ചും കളി പറഞ്ഞു നടന്ന ആളെയല്ലിപ്പോ. കഴിഞ്ഞ ആഴ്ച ഞാനും അമ്മയും കൂടി കാണാൻ പോയിരുന്നു. അമ്മ പറഞ്ഞത് മുഴുവൻ മറുത്തൊരക്ഷരം പോലും പറയാതെ കേട്ടു നിന്നു. ഒന്നും പറയാനില്ലേന്ന് ഒരുപാട് കരഞ്ഞു ചോദിച്ചപ്പോഴും ചെറിയച്ഛ ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ സമയം തീരാറായപ്പോ ഒന്നു മാത്രം ചോദിച്ചു, ശ്യാമേച്ചി ഇപ്പൊ എവിടെയുണ്ടെന്ന്. ഇവിടെയാണെന്നറിഞ്ഞപ്പോ ഒന്നും പറയാതെ കയറി പോവുകയും ചെയ്തു. ഇന്നലെ ഈ കത്ത് വന്നു. ചേച്ചിക്കുള്ളത് എഴുതിയിട്ടുണ്ട്. ശ്യാമയ്ക്ക് വിവരങ്ങളെല്ലാം അറിഞ്ഞു. വിധിയെന്നുള്ളത് ഭീരുക്കളുടെ വാക്കാണ്. അവസാന ശ്വാസം വരെയും വിജയത്തിന് വേണ്ടി പൊരുതിയിട്ടേ പരാജയത്തിന് കീഴടങ്ങാവൂ. നിന്നെ നേരിട്ടൊന്ന് കാണണം എന്നുണ്ട്. സൗകര്യപ്പെടുമെങ്കിൽ ഇത്രണം വരെ ഒന്ന് വരിക. ചെറിയച്ഛൻ. ശ്യാമേച്ചി. ചെറിയച്ഛൻ മുന്നിൽ വന്നു നിന്ന് പറയുന്ന പോലെ തോന്നിപ്പോവാ എനിക്ക്. ഇത് വായിച്ചപ്പോ മനസ്സിന് വല്ലാത്തൊരു ധൈര്യം വന്ന പോലെ. അതാ ചെറിയച്ഛൻ. ഒന്നോർത്താ ഞാനും ചെറിയച്ഛനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെയ്യാത്ത തെറ്റിനല്ലേ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നത്. വർത്തമാനം പറഞ്ഞിരുന്നു നേരെ എത്രയെന്ന വിചാരം? രണ്ടുപേർക്കും വിശപ്പില്ലേ? ഇത് കഴിക്കേ. അയ്യോ, എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എനിക്ക് വേണ്ട എടുത്തി, ഞാൻ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. അവരെങ്ങാനും കണ്ടുകൊണ്ട് വന്ന അമ്മണിയടുത്തേക്കും വഴക്ക് കിട്ടും. വേഗം കൊണ്ടുവയ്ക്കോ. അങ്ങനെയൊന്നും വരില്ലെന്നേ. ദേ, എതിരൊന്നും പറയാതെ ഇതിവിടെ ഇരുന്ന് കഴിച്ചോണം. ദേവി ഇനി ഇപ്പോഴെങ്ങും മുറിയിന്ന് പുറത്തിറങ്ങില്ല. അതല്ലേ ധൈര്യമായി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ കഴിക്ക്. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലാൻ ഒരു നേരം ആവില്ലേ? വേണ്ട ചേച്ചി, വെറുതെ എന്തിനാ സീനുണ്ടാക്കുന്നേ? ഒന്നുമില്ല, നീ കൈ കഴുകുക, ഞാനും കൂടാ. എത്ര നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. അന്ന് വന്നപ്പോഴും പറ്റിയില്ലല്ലോ. നേരാ, ഞാൻ പോയി ഒരു പ്ലേറ്റ് കൂടെ കൊണ്ടുവരാം. വേണ്ട, എടുത്ത് പൊയ്ക്കോ, ഞങ്ങൾ ഇരുന്നോളാം. ശരി.
സ്കൈ ജുവലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. ഇടവേളയ്ക്ക് ശേഷം തുടരും. 916 സംശുദ്ധി തിരിച്ചറിയാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ BIS ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ഹാൾ മാർക്കിംഗ്. എല്ലാരും പറയുന്നു 916, ഭീമ നൽകുന്നു 916. കഴിഞ്ഞ 21 വർഷമായി അഭിനയരംഗത്ത് തുടരുന്ന എനിക്ക് അന്നും ഇന്നും ഊർജവും പ്രസരിപ്പും പകർന്നു നൽകുന്നത് മരുത്വ പഞ്ചജീരക ഗുണം. മരുത്വ പഞ്ചജീരക ഗുണം അങ്കലാവണ്യത്തിന്റെ പൂർണ്ണതയ്ക്ക്. ലക്ഷ്മി ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് കൊടുങ്ങല്ലൂർ. സ്കൈ ജുവലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. തുടരുന്നു. കഴിക്കാം. കൈ കഴുകുക. എന്താ മോളെ? നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എനിക്ക് നിറഞ്ഞു ചേച്ചി, ഒരുപാട് നിറഞ്ഞു. എന്തിനാ മോളെ കരയുന്നത്? ഒന്നുമില്ല, നമ്മുടെ കുട്ടിക്കാലവും ചെറിയച്ഛനെയൊക്കെ ഓർത്തുപോയി. എന്ത് സന്തോഷമായിരുന്നു അന്നൊക്കെ. സ്കൈ ജുവലറി അവതരിപ്പിക്കുന്നു കുടുംബിനി. സമർപ്പിച്ചത് സ്കൈ ജുവലറി. 25 years ഓഫ് പ്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്. സ്കൈ ജുവലറിയോടൊപ്പം ലക്ഷ്മി ജ്വല്ലേഴ്സ്.
ജ്വല്ലറി. ഉഷ ഹെർബൽസ്, ഉഷ ഹെർബൽസ് വൈറ്റനിങ് മാസ്ക്. ഭീമ ജ്വല്ലേഴ്സ്, എല്ലാരും പറയുന്നു 916. ഭീമ നൽകുന്നു 916. മരുത്വ മരുത്വ പഞ്ചജീരക ഗുണം